നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ പാൽ തികയുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മിക്ക അമ്മമാർക്കും, ഒരു 90% അമ്മമാർക്കും ഉള്ള ഒരു സംശയമാണ് തൻ്റെ കുഞ്ഞിന് തൻ്റെ പാൽ തികയുന്നുണ്ടോ, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പാല് അല്ലെങ്കിൽ വിശപ്പിന് ആവശ്യമായിട്ടുള്ള പാല് ലഭിക്കുന്നുണ്ടോ എന്നൊരു സംശയം. 10% അമ്മമാർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും തൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് തനിക്കുണ്ട് എന്ന്. പക്ഷേ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ, രാത്രി മുഴുവൻ കരച്ചിലായിരുന്നല്ലോ, പാല് തികയുന്നില്ലേ അല്ലെങ്കിൽ പാലില്ലേ എന്നൊരു ചോദ്യം ആരെങ്കിലും ഒന്ന് ഉന്നയിച്ചാൽ തീരാവുന്ന കോൺഫിഡൻസേ ഈ അമ്മമാർക്കും ഉള്ളൂ. അപ്പോൾ തൻ്റെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത് കുഞ്ഞിൻ്റെ ഉറക്കമാണ്. പാല് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് 2 മണിക്കൂറോ അതിൽ കൂടുതൽ നേരമോ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ട് എന്നാണ്. രണ്ടാമത്, കുഞ്ഞ് 6 അതിൽ കൂടുതൽ തവണയോ ഒരു ദിവസം മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം കുഞ്ഞിൻ്റെ ബോഡി വെയിറ്റ് ആണ്. കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 10 ദിവസം ബർത്ത് വെയിറ്റിനേക്കാളും വെയിറ്റ് കുറഞ്ഞു വരും. ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ബർത്ത് വെയിറ്റിലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെ അതിനുശേഷം ആദ്യത്തെ 3 മാസം ഓരോ ദിവസവും 30 ഗ്രാം വീതം കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞിന് ബോഡി വെയിറ്റ് കൂടി വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അതിനാവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, കാരണം മോഷൻ പോകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില കുഞ്ഞുങ്ങൾക്ക് 3-4 ദിവസം കഴിയുമ്പോഴാണ് മോഷൻ പോവുക. അപ്പോൾ അത് മോഷൻ പോയില്ല എന്ന് പറഞ്ഞ് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്ന് ധരിക്കേണ്ട. പക്ഷേ മൂത്രം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാല് നന്നായി ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ ഉറക്കം, അതുപോലെ യൂറിൻ പോകുന്നതും, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബോഡി വെയിറ്റ് കൂടി വരുന്നുണ്ട്, ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ കുഞ്ഞിന് അതിനാവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. നന്ദി, നമസ്കാരം.